പഴയകാല ഓർമ്മകളിലേക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ഓടിപ്പോയിട്ട് ഓടി തിരിച്ചു വരാം. പഴയകാലം നമുക്ക് ഓർമ്മയില്ലേ? സ്കൂളിലേക്കൊക്കെ ചോറ് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം. ഞാൻ ഇന്നലെ പൂനൂരായിരുന്നു. അപ്പം രാവിലെ മക്കൾക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊതുവെ അവർക്ക് സ്കൂളിൽ ചോറ് കിട്ടും. പക്ഷേ എൻ്റെ വീട്ടിലുള്ള സമയത്ത് ഉമ്മ രാവിലെ എന്തെങ്കിലും എഴുന്നേറ്റ് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവർക്ക് ചോറുണ്ടാക്കി കൊടുത്ത കൂട്ടത്തിൽ തന്നെ എനിക്കും ഒരു പാത്രത്തിലാക്കിയിട്ട് അതേപോലെ തന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്ക് ഓർമ്മയായത് പണ്ട് സ്കൂളിൽ ചോറ് കൊണ്ടുപോയിട്ട് എൻ്റെ കൂട്ടുകാരികളും ഇത് കാണുന്നുണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടി ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് കഴിക്കുക. ഇനി ഇതിൻ്റെതായ നിങ്ങൾ മാത്രമല്ല ഞങ്ങളും അങ്ങനെയാണ് കഴിക്കുക എന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ഇടണ്ട. മിക്ക ആൾക്കാരും അങ്ങനെയാണ്. കൂട്ടത്തിൽ ചോറ് കൊണ്ടുവരാത്ത ആരെങ്കിലും ഒരാളുണ്ടാവും. അവരെയും കൂടി ചേർത്ത് പിടിച്ച് ചോറ് കഴിക്കുന്ന ആ ഒരു സുഖവും സന്തോഷവും ഉണ്ടല്ലോ, അതെൻ്റെ പൊന്നു സാറേ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഏതായാലും പാത്രം ഒന്ന് പൊട്ടിക്കാം, നമുക്കും ചോറ് കഴിക്കാം. എൻ്റെ കൂടെ നിങ്ങളും പോരി. എന്താ അമ്മാൻ്റെ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറി. ചിക്കൻ കറിയല്ല, ചിക്കൻ താളിച്ചത്. അപ്പോൾ പഴയകാല നൊസ്റ്റാൾജി ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. എൻ്റെ നല്ല പീസല്ല തോന്നുന്നുണ്ട് ഉമ്മ വെച്ച്. എന്നെ പറ്റിച്ചു എന്ന് തോന്നുന്നു. അവർക്ക് നല്ലതും എനിക്ക് മോശവുമാണ് വെച്ചത്. ഏതായാലും നിങ്ങളുടെയൊക്കെ സമ്മതപ്രകാരം ഇതേ ഞാൻ കഴിക്കാം. ഉമ്മ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, കൊടുക്കുമ്പോഴത്തെ ടേസ്റ്റ് അമ്മാൻ്റെ ഫുഡിന്. അത് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുണ്ടാവുക അവനവൻ്റെ അമ്മമാരുടെ ഫുഡായിരിക്കും ഇല്ലേ? അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഉമ്മാൻ്റെ ഫുഡ് എന്ന് പറയുന്നത് എവിടെ പോയാലും മിസ് ചെയ്യും. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉമ്മാൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോകും കേട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറയും, ഉമ്മ എനിക്ക് ഇന്ന സാധനം വേണം, ഞാൻ ഉണ്ടാക്കി തരുന്നേക്കാം എന്ന്. പിള്ളേർക്ക് ഉണ്ടാക്കിയതിൽ അതേപോലെ ഒരു പൊതിയാക്കിയിട്ട് എനിക്കും തന്നതാണ്. അപ്പം ഞാനത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. മോള് ലിസ്റ്റ് കൊടുക്കും രാത്രി എന്താ പിറ്റേന്നേക്ക് രാവിലെ വേണ്ടിയെന്ന്. ചിലപ്പോൾ നൈസ് ഒത്തിരിയും ചിക്കൻ കറി ആയിരിക്കും. ഇന്നലെ ലിസ്റ്റ് കൊടുത്തത് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും. ചിക്കന് ഒക്കെ ഇഷ്ടമുണ്ട്. നമ്മുടെ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കൂലേ, അതേപോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ അതായിരുന്നു. കണ്ടപ്പം പഴയകാല ഓർമ്മകളിലേക്ക് ഒരു ഓടിപ്പോക്ക് നിങ്ങളെയും കൂട്ടിയിട്ടാവാമെന്ന് കരുതി അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഏതായാലും ഉച്ച സമയമല്ലേ, ഇങ്ങനെ വിശന്നുകൊണ്ടിരിക്കാൻ പാടില്ല, വേഗം പോയി എന്തെങ്കിലും കഴിക്കിട്ടോ. സെലികുമാർ പറഞ്ഞ പോലെ. ഓക്കെ, ബൈ.